നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. പൗരത്വ ഭേദഗതി നിയമത്തിൽ കേന്ദ്ര സർക്കാരിന് ആശ്വാസം. പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കിയത് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള 237 ഹർജികൾ പരിഗണിച്ച സുപ്രീം കോടതി ആ ആവശ്യം തള്ളി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പുറത്തുവരുന്ന വാർത്ത. പൗരത്വ ഭേദഗതി നിയമത്തിൽ 237 ഹർജികൾ പരിഗണിച്ച കോടതി മറുപടി നൽകാൻ കേന്ദ്ര സർക്കാരിന് 3 ആഴ്ചത്തെ സമയം അനുവദിച്ചു എന്നുള്ളത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ശുഭകരമായ വാർത്ത തന്നെയാണ്. പൗരത്വ ഭേദഗതി നിയമം CAA സ്റ്റേ ചെയ്യാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു എന്നുള്ള വാർത്തയാണ് ഏറ്റവും പ്രധാനമായി ഇപ്പോൾ പുറത്തു വരുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ വാദം അംഗീകരിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ഇക്കാര്യത്തിലെ ഹർജിക്കാരുടെ വാദം തള്ളിയത്. വിഷയത്തിൽ മറുപടി നൽകാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ട കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ഇത് അനുവദിച്ചുകൊണ്ട് കൂടി സുപ്രീം കോടതി ഉത്തരവിട്ടു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ നിയമം പാസാക്കിയതിലൂടെ രാജ്യത്തെ ആരുടെയും പൗരത്വം റദ്ദു ചെയ്യില്ലെന്നും ചില മുൻവിധികളോടുകൂടിയാണ് ഹർജികൾ സുപ്രീം കോടതിയിൽ എത്തിയതെന്നും കേന്ദ്ര സർക്കാർ വാദിച്ചു. അടുത്ത മാസം 9-ാം തീയതി വാദം കേൾക്കാൻ വീണ്ടും കേസ് മാറ്റിവെച്ചു. വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് സമയം നീട്ടി ചോദിക്കാൻ അവകാശമുണ്ടെന്ന് സുപ്രീം കോടതി പറഞ്ഞു. പ്രധാനമായും പൗരത്വ ഭേദഗതി നിയമം റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകിയത് കേരള സർക്കാരും കേരളത്തിലെ മുസ്ലിം ലീഗും അതുപോലെ DYFI അടക്കമുള്ള സംഘടനകളുമാണ്. 237 സംഘടനകളുടെ ഹർജിയാണ് സുപ്രീം കോടതി ഇന്ന് ഒന്നിച്ച് പരിഗണിച്ചത്. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ചാണ് ഇന്ന് ഹർജി പരിഗണിച്ചത്. കേസ് പരിഗണിക്കുന്ന വേളയിൽ ആർക്കെങ്കിലും പൗരത്വം നൽകാൻ ആവില്ലെന്ന് മുസ്ലിം ലീഗിന് വേണ്ടി ഹാജരായ കപിൽ സിബൽ ആവശ്യപ്പെട്ടു. അത്തരത്തിൽ ആർക്കെങ്കിലും ഈ കാലഘട്ടത്തിൽ പൗരത്വം നൽകിയാൽ വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം കോടതിയിൽ വ്യക്തമാക്കി. സ്റ്റേ ആവശ്യത്തിൽ വാദം 3 ആഴ്ചയ്ക്ക് ശേഷം വിശദമായി നടത്താമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, DYFI, അസം സ്റ്റുഡൻസ് യൂണിയൻ, കേരള സർക്കാർ, അസുദ്ദീൻ ഒവൈസി തുടങ്ങിയവരടക്കം നൽകിയ 237 ഹർജികളാണ് കോടതിയുടെ പരിഗണനയ്ക്കെത്തിയത്. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ചാണ് ഹർജികൾ പരിഗണിച്ചത്. അസം ത്രിപുര സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ഹർജികൾക്കായി പ്രത്യേക നോഡൽ അഭിഭാഷകരെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവും ബെഞ്ച് ഇന്ന് പുറപ്പെടുവിച്ചു. മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കാൻ 4 ആഴ്ച സമയം കേന്ദ്ര സർക്കാർ തേടിയെങ്കിലും 3 ആഴ്ചത്തെ സമയമാണ് സുപ്രീം കോടതി അനുവദിച്ചത്. പൗരത്വ ഭേദഗതി നിയമം ഒരാളുടെയും പൗരത്വം എടുത്തുകളയില്ലെന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയിൽ വ്യക്തമാക്കി. മുസ്ലിം ലീഗിന് വേണ്ടി ഹാജരായ കപിൽ സിബൽ, ഹാരിസ് ബീൻ എന്നിവരാണ് അടിയന്തരവാദം കേൾക്കണമെന്ന ആവശ്യം കോടതിയിൽ ഉന്നയിച്ചത്. 2019 നിയമം പാസ്സായതെന്നും അന്ന് ഇത് നടപ്പാക്കാൻ ഉദ്ദേശിച്ചുള്ള ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തിരുന്നില്ലെന്നും അതുകൊണ്ടാണ് കോടതി സ്റ്റേ നൽകാതിരുന്നെന്നും കപിൽ സിബൽ ചൂണ്ടിക്കാട്ടി. അടിയന്തരമായി ഇടക്കാല അപേക്ഷകൾ പരിഗണിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ തിടുക്കപ്പെട്ട CAA നടപ്പാക്കാനുള്ള കേന്ദ്രത്തിന്റെ നടപടി ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെന്ന് കപിൽ സിബൽ വ്യക്തമാക്കി. പൗരത്വ നിയമം നടപ്പാക്കുന്നതിനെ ചോദ്യം ചെയ്ത് കേരള മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു കപിൽ സിബൽ. CAA മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിവേചനം കാണിക്കുന്നുവെന്നും ഇത്തരത്തിൽ മതപരമായ വേർതിരിവ് കാണിക്കുന്നത് ആർട്ടിക്കിൾ 14 എന്ന ഭരണഘടനയുടെ ലംഘനമാണെന്നും ഹർജിയിൽ കപിൽ സിബൽ ആരോപിക്കുന്നുണ്ട്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള 6 മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് പൗരത്വം നൽകാനുള്ളതാണ് CAA എന്നറിയപ്പെടുന്ന പൗരത്വ ഭേദഗതി നിയമം. 2014 മുൻപ് രാജ്യത്തേക്ക് അഭയാർത്ഥികളായി എത്തിയ ഏതൊരു രേഖകളും കയ്യിലില്ലാത്ത ആളുകൾക്ക് പൗരത്വം നൽകാനുള്ള നീക്കമാണ് പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ പുറത്തു വന്നത്. ഇതിനെതിരെ മുസ്ലിം മതസംഘടനകളാണ് രാജ്യത്ത് വലിയ തോതിൽ പ്രതിഷേധമുയർത്തിയത്. കോൺഗ്രസും CPM അടക്കമുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ മുന്നണികളും വലിയ തോതിൽ ഇത് കേന്ദ്ര സർക്കാരിനെതിരെ ആക്ഷേപവുമായി രംഗത്തെത്തി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും മാസങ്ങൾക്ക് മുൻപ് വ്യക്തമാക്കിയതാണ്. 2019 ഇത് പാർലമെന്റിൽ പാസാക്കിയതെങ്കിലും പിന്നീട് ഇത് സംബന്ധിച്ച് ചട്ടങ്ങൾ രൂപീകരിക്കുന്നത് വൈകിയത് കൊണ്ട് തന്നെ നിയമം പ്രാബല്യത്തിൽ വന്നിരുന്നില്ല. എന്നാൽ ദിവസങ്ങൾക്ക് മുൻപ് ഇത് സംബന്ധിച്ച ഉത്തരവ് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിക്കുകയും ഈ നിയമം പ്രാബല്യത്തിൽ വരികയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് രാജ്യത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടികളും വിവിധ മതസംഘടനകളും സുപ്രീം കോടതിയെ സമീപിച്ചത്. ആ കേസാണ് ഇന്ന് സുപ്രീം കോടതി പരിഗണിച്ചത്.
237 ഹർജികൾ ഒന്നിച്ച് പരിഗണിച്ച സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകൾക്കൊപ്പമുള്ള ഒരു ഉത്തരവ് തന്നെയാണെന്ന് പുറപ്പെടുവിച്ചത്. ഈ CAA എന്ന പൗരത്വ ഭേദഗതി നിയമം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട ഹർജികൾ സുപ്രീം കോടതി തള്ളുകയായിരുന്നു. CAA റദ്ദാക്കാൻ വിസമ്മതിച്ച കോടതി ഇത് സംബന്ധിച്ച് വിശദമായ വാദം കേൾക്കാമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. CAAക്കെതിരെ സുപ്രീം കോടതിയിൽ ആദ്യം ഹർജി ഫയൽ ചെയ്ത സംസ്ഥാനം കേരളമാണ്. ഇന്ത്യൻ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന തുല്യതയ്ക്കുള്ള അവകാശത്തിന് വിരുദ്ധമാണ് CAA എന്ന് ചൂണ്ടിക്കാണിച്ചാണ് കേരളം ഹർജി ഫയൽ ചെയ്തത്. CAA ന്യൂനപക്ഷങ്ങളിൽ ഒരു വിഭാഗത്തിന് പൗരത്വം നൽകുന്നില്ലെന്ന് മാത്രമല്ല അവരെ ഒറ്റപ്പെടുത്തുക എന്ന കുറ്റം കൂടി ചെയ്യുന്നുവെന്ന് ഒവൈസി കുറ്റപ്പെടുത്തി. എന്നാൽ പൗരത്വ ഭേദഗതി നിയമം പൗരന്മാരുടെ നിയമപരമോ ജനാധിപത്യപരമോ ആയ അവകാശങ്ങളെ ബാധിക്കില്ലെന്ന് കേന്ദ്രം സുപ്രീം കോടതിയിൽ ആവർത്തിച്ചു. 2019 ഡിസംബറിലാണ് കേന്ദ്രം CAA നിയമം പാർലമെന്റിൽ പാസാക്കിയത്. അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ മതപരമായ വിവേചനം നേരിടുന്ന ഹിന്ദു, സിഖ്, ജൈന, പാഴ്സി, ബുദ്ധ, ക്രിസ്ത്യൻ സമുദായങ്ങളിൽപ്പെട്ടവർക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്നതിനാണ് 1955 പൗരത്വ നിയമം ഭേദഗതി ചെയ്തത്. ഇതിനെതിരെ ആദ്യം എതിർപ്പുയർത്തിയ സംസ്ഥാനം കേരളമാണ്. ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമം രാജ്യത്ത് നടപ്പാക്കി കേന്ദ്ര സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ട് പോലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അടക്കം തെരുവുകളിൽ പറയുന്നത് കേരളത്തിൽ ഇത് നടപ്പാക്കില്ലെന്നാണ്. ഭരണഘടനാപരമായി കേന്ദ്ര സർക്കാർ ഉത്തരവാക്കി ഇറക്കുന്ന ഒരു നിയമം എന്തുകൊണ്ടാണ് സംസ്ഥാനത്ത് നടപ്പാക്കാത്തത്? കേന്ദ്ര സർക്കാരിന് മുകളിലല്ലല്ലോ കേരള സർക്കാർ. അപ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക, ഇത്തരത്തിൽ ആവേശത്തിലുള്ള വാക്കുകൾ പറഞ്ഞുകൊണ്ട് അണികളെ ആവേശഭരിതരാക്കുക, ഇതിനപ്പുറം ഈ നീക്കത്തിൽ നിന്ന് വേറൊന്നും നേടാനില്ല എന്നുള്ളത് പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾക്കറിയാം. എന്തായാലും പൗരത്വ ഭേദഗതി നിയമം രാജ്യത്ത് നടപ്പാക്കുമെന്ന വാക്ക് പാലിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJP സർക്കാരും. കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞ വാക്കുകളെല്ലാം തന്നെ പാലിച്ച ഒരു സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ. ആർട്ടിക്കിൾ 370 എന്ന കരിനിയമം ജമ്മു കശ്മീരിൽ നിന്നും എടുത്തു മാറ്റിയത് ഈ സർക്കാരാണ്. അന്നും കോൺഗ്രസ് അടക്കം CPM അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നു. ആർട്ടിക്കിൾ 370 എടുത്ത് മാറ്റിയതിനു ശേഷം ജമ്മു കശ്മീരിൻ്റെ തലവര തന്നെ മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ന് അസമത്വത്തിൽ ആയിരുന്ന ജമ്മു കശ്മീർ ഇന്ന് സ്വാതന്ത്ര്യം അനുഭവിക്കുകയാണ്. വെടിവയ്പ്പിൻ്റെയും അതുപോലെ തീവ്രവാദത്തിൻ്റെയും കേന്ദ്രമായിരുന്ന ജമ്മു കശ്മീർ ഇന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായി മാറുകയാണ്. അതുപോലെ പതിറ്റാണ്ടുകളായി തർക്കഭൂമിയിലായിരുന്ന അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുകയും രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങ് നടത്തി ക്ഷേത്രം പൊതുജനത്തിനായി തുറന്നു കൊടുക്കുകയും ചെയ്തു. അതും ഈ മോദി സർക്കാരിൻ്റെ വാഗ്ദാനങ്ങളുടെ പാലിക്കപ്പെടലാണ്. ഏറ്റവും ഒടുവിലായി പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുമെന്ന് പറഞ്ഞ സർക്കാർ അത് നടപ്പാക്കി കാണിച്ചിരിക്കുകയാണ്, ഉത്തരവാക്കിയിരിക്കുകയാണ്. അതിനെതിരെ ഇപ്പോൾ പ്രതിഷേധം സംഘടിപ്പിക്കാനൊരുങ്ങുന്ന കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും മതേതര മനസ്സല്ല, അവരുടെ കപടമുഖമാണ് ഇനി വെളിപ്പെടാൻ പോകുന്നത്. രാജ്യത്തെ ജനത ഈ കാര്യം തിരിച്ചറിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമാണ് BJPയുടെ നേതൃത്വത്തിലുള്ള NDA ലക്ഷ്യമിടുന്നതും അവർ അത് ആഗ്രഹിക്കുന്നതും.